മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ടെക്നിക്കൽ മേഖലകളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ജോലി കിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഇനി പഠിക്കുക, ഇനി അബ്രോഡ് എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യേണ്ടി ഒരു ജോലി ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ തോന്നലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ തോന്നൽ നിങ്ങൾ മറന്നു. കൺസ്ട്രക്ഷൻ മേഖലയിലത്തെ സ്കില്ലുകളും അവരുടെ സോഫ്റ്റ്വെയറുകൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ജോലി നിങ്ങളെ തേടി വരും. സോഫ്റ്റ്വെയർ നോളജ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ ഫീൽഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടില്ല. ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരുടെ കാര്യമാണ്. IT സെക്ടറോ അങ്ങനത്തെ കാര്യങ്ങളോട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓട്ടോകാഡ് റിവിറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയും കിട്ടും. പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ CV വെച്ചതിന് ശേഷം ജോബിന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ജോലി പെട്ടെന്ന് തന്നെ കിട്ടും. ഇല്ല ജോലി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു CV ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ജോബിനൊക്കെ അപ്ലൈ തുടങ്ങാം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോബിന് ട്രൈ ചെയ്യാം. അപ്പൊ നമുക്കറിയാം നമ്മുടെ എത്രത്തോളം ക്വാളിറ്റി നമുക്കുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഈ പാസ് ഔട്ട് ആയതിനു ശേഷം കിടന്നിട്ട് പേടിക്കേണ്ട കാര്യം അങ്ങനെ ഒന്നുമില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രയൽ അടിച്ചു നോക്കി നോക്കാം. അപ്പൊ അതിലൊക്കെ എന്തൊക്കെയാണ് അപ്പൊ ഫീഡ്ബാക്ക് കിട്ടും. നമ്മുടെ CV നല്ലതാണോ, മാർക്കറ്റിന് യോജിച്ചതാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും.